2000 പേര് പങ്കെടുക്കുന്ന കല്യാണമായാലും മണ്ഡപത്തിൽ 7 പേർക്ക് പ്രവേശനമുള്ളൂ ഇത്രേ. ഇതിപ്പോ പുതിയ അറിവാണല്ലോ. ഇക്കാര്യത്തിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരന് ദേവസ്വം മന്ത്രിനേക്കാൾ പവറാണ് പോലും. തൂക്കി വാരി വെളിയിലെറിയുത്രേ. ആകെ മൊത്തത്തില് കൂടുതൽ അംഗബലമുള്ള കുടുംബങ്ങൾ ഗുരുവായൂർ കല്യാണം നടത്താതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് ഇപ്പൊ മനസ്സിലായി. പെണ്ണിന്റെ കൂടെ എന്തായാലും അച്ഛനെ അമ്മ ഉണ്ടാവും. ഒരച്ഛനെ അമ്മനെ ഒഴിവാക്കാൻ പറ്റുമോ? മോശല്ലേ? അപ്പൊ തന്നെ 6 പേരായി. ഈ പൂജാരിയെ കൂട്ടാതെ ആകൂലേ 7 പേര്? അല്ലേ പിന്നെ 8ാമത് കയറി വരുന്ന ആളെ സെക്യൂരിറ്റിക്കാരെ തൂക്കി വാരി വെളിയിൽ എറിയൂലേ? അതിപ്പോ ആരായാലും. അല്ല അതിപ്പോ എങ്ങനെ ശരിയാവും? പ്രധാനമന്ത്രി വരുന്ന കല്യാണല്ലേ ഇത്? അവന് പ്രധാനമന്ത്രിയുടെ കൂടെ ഈ SPG-കാരുണ്ടാവില്ലേ? അപ്പൊ ഇവരെ കയറ്റിയാല് പ്രശ്നമാവോ? സെക്യൂരിറ്റിക്കാർ പിടിച്ച് പുറത്തെറിയോ? ഇത് പാക കൺഫ്യൂഷൻ ആയല്ലോ. വേറെ ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം പണിയുന്നതിന് മുമ്പ് തറക്കല്ലിടൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ആരാ? നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഈ കല്യാണത്തിനും, അതായത് നമ്മളെ സുരേഷ് ഗോപിന്റെ മോളെ കല്യാണത്തിന് മിക്കവാറും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നരേന്ദ്രമോദി തന്നെ ആയിരിക്കും. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോ ഈ പൂജാരിനെ ഒഴിവാക്കിയിട്ടായിരിക്കും പ്രധാനമന്ത്രിനെ കേട്ടുന്നുണ്ടാവുക. അതാകുമ്പോ പിന്നെ കണക്കൊക്കെ കറക്റ്റ് ആയില്ലേ. ഇതിപ്പോ എന്തൊക്കെ ടെൻഷനാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, നിന്നെ നീ തന്നെ കാത്തോളി. ബൈ ദ ബൈ, ശ്രീമാൻ സുരേഷ് ഗോപിയുടെ മോളെ വിവാഹം നടത്താൻ വേണ്ടി മാറ്റി വെക്കപ്പെട്ട ആ വധൂവരന്മാരില്ലേ, അവരെത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇത്രയേറെ വിവാഹങ്ങൾ നടക്കുമ്പോഴും സുരേഷ് ഗോപിയെ പോലുള്ള ആ വലിയ മനുഷ്യന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെടാനുള്ള നിയോഗം ലഭിച്ചത് ആ ജോഡികൾക്ക് മാത്രമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, സുരേഷ് ഗോപിന്റെ മോളെ കല്യാണം എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ നടക്കും. പക്ഷെ അന്ന് തീരുമാനിച്ച ബാക്കി കല്യാണങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവും. അടുത്ത പ്രാവശ്യം 50 വിവാഹമെങ്കിലും, അതായത് ഏകദേശം 50നോട് അടുത്തിട്ടുള്ള വിവാഹമാണ് മാറ്റിവെക്കാൻ പോകുന്നത്. പിന്നെ മുടങ്ങിയ കല്യാണങ്ങളുടെ അഥവാ മാറ്റിവെച്ച കല്യാണങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ, സുരേട്ടൻ പറയുന്നത് വേറൊരു കാര്യമാണ്. അല്ലെങ്കിലും സുരേട്ടൻ എപ്പോഴും വെറൈറ്റിയാണ്. സുരേട്ടൻ്റെ ചിന്താഗതി എപ്പോഴും വെറൈറ്റി ചിന്താഗതിയാണ്. അതായത് സുരേട്ടൻ പറയുന്നത് ഇത് അന്തംഗമികളുടെ ഒരു ഇത് ആണെന്നാണ്. ഇതൊക്കെ സുരേട്ടൻ പറയുന്നത് കേട്ടില്ലേ? ദൈവത്തിലും ക്ഷേത്രത്തിലും ഒന്നും വിശ്വാസമില്ലാതിരുന്ന സൈബർ കമ്മികൾ 2 ദിവസമായി ക്ഷേത്രാചാരങ്ങളിലും ജാതകത്തിലും മുഹൂർത്തത്തിലും വരെ ഉത്കണ്ഠയുള്ളവരായി മാറിക്കഴിഞ്ഞു. നരേന്ദ്രമോദി ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ് സൈബർ കമ്മികളുടെ പുതിയ വിശ്വാസത്തിന് ഹേതു. മോദി വരുന്നതിനാൽ 12 വിവാഹം മുടങ്ങുമെന്നാണ് പുതിയ ഇടത് നറേറ്റീവ്. അതിപ്പം 12 കൂടി കുറെ ആയിട്ടുണ്ട്. അത് സുരേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. സുരേട്ടന് തെറ്റ് പറ്റാം. ബാക്ക് ടു സുരേട്ടൻ. ജാതകവും മുഹൂർത്തവും ആചരിക്കാനാവാതെ വിവാഹം മുടങ്ങേണ്ടി വരുന്ന വിശ്വാസികളെ ഓർത്ത് ലെഫ്റ്റ് പ്രൊഫൈലുകൾ പൊഴിക്കുന്ന കണ്ണീര് കൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ പ്രളയ സമാനമായ അവസ്ഥയായിരിക്കുകയാണ്. എന്നാൽ ഗുരുവായൂരപ്പന് മുമ്പിൽ വിവാഹം കഴിക്കാൻ മുഹൂർത്തം ഒന്നും നോക്കാറില്ലെന്ന് അന്തങ്ങൾക്ക് അറിയാതെ പോയി. കഷ്ടം തന്നെ അന്തങ്ങൾ. നിങ്ങൾ എന്താണ് ഇങ്ങനെ? സോ ബാഡ് ഓഫ് യു. ബൈ ദ ബൈ, പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് സമയത്തിൽ മാത്രമേ മാറ്റമുള്ളൂവെന്നും ബുക്ക് ചെയ്ത എല്ലാ വിവാഹങ്ങളും നടക്കുമെന്നും ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുകയും ചെയ്തു. സുരേഷ് ഗോപിക്ക് വിവാഹം മുടക്കിയല്ല, വിവാഹം നടത്തിയാണ് ശീലമെന്ന് മലയാളികൾക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം. എന്നിട്ടും എന്തിനാണ് കമ്മികളെ ഈ സത്യാനന്തര കാലത്ത് ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പാടി നടന്ന് തെയ്യുന്നത്? ഏതായാലും ആചാരങ്ങളെയും ജാതകത്തെയും മുഹൂർത്തത്തെയും പറ്റിയൊക്കെ 2 ദിവസം കൊണ്ട് പഠിച്ചതല്ലേ. ഇനിയെങ്കിലും വിപ്ലവ വായാടിത്തരം നിർത്തി നാരായണനാമം ജപിക്കാൻ നോക്ക്. അങ്ങനെയെങ്കിലും മനസ്സിനൊരു ശാന്തി വരട്ടെ. ബെസ്റ്റ്. അല്ല, ആരെ പറയുന്നത്? ഈ സുരേട്ടൻ ഏതാ പാർട്ടി എന്നറിയില്ല നിങ്ങൾക്ക്? ഈ മനഃശാന്തി നോക്കി നടക്കുന്ന ടീം ഈ നാട്ടിൽ എന്തൊക്കെ കലാപങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഗുജറാത്ത് കലാപം, പിന്നെ ഈ അടുത്ത് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ എത്ര മനുഷ്യന്മാരെ ഇവർ തല്ലിക്കൊന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര, എണ്ണിയാൽ തീരാത്തത്ര കലാപങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ മനഃശാന്തിയെക്കുറിച്ച് പറയുന്നത്, നാമം ജപിക്കാൻ പറയുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇവർ ഒപ്പിച്ച പണികളെക്കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും വിഷയത്തിൽ നിന്ന് തന്നെ മാറും, പ്രത്യേകിച്ച് സുരേട്ടനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ബൈ.